ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു സൺഡേ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഒരു 6:30 ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മുടെ കോവയ്ക്ക വെള്ളയാണ്. അപ്പോൾ കായ്കൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്നും ഇങ്ങനെ വന്ന് നോക്കാറുണ്ട്, എത്രയായി, വലുതായോ, പൊട്ടിക്കാറായോ, ഇങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കാന്താരി മുളക്, അതിലൊത്തിരി കായ വന്നിട്ടുണ്ട്. ഇതുപോലെ പഴുത്ത് നിൽക്കുന്ന കായ നമ്മുടെ കിളികൾ കൊത്തിയിട്ട് പോകും. രാവിലെ വരുന്ന ഇവിടെ കുറേ കിളികൾ വരാറുണ്ട്, അവർ വന്ന് കഴിക്കും, മുളകൊക്കെ കഴിക്കുവേ. പിന്നെ നമ്മുടെ പൂച്ച ഇവിടെ വെയിൽ കൊള്ളാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. രാത്രി ചെറിയ മഴ ഉണ്ടായിരുന്നേ, അതുകൊണ്ട് തന്നെ രാവിലെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇനിയും ഒത്തിരി ഉണ്ട്. എന്നും ഫ്രഷായിട്ടാണ് അടുക്കളയിലോട്ട് കയറാറ്. അപ്പോൾ ഇന്നലെ അപ്പത്തിനായിരുന്നു മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്, കൂടെ തന്നെ കടല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല ഒന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ അത് റെഡി ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ അതങ്ങ് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടലയൊക്കെ കുക്കറിനകത്ത് ഇട്ട് ഞാൻ പോയി ഫ്രഷായിട്ടൊക്കെ വന്നു. പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ പിന്നെ അടുക്കളയിലേക്ക് പിന്നെയും കയറുവാണ്. അപ്പോൾ രാവിലെ അപ്പം ഉണ്ടാക്കണം, കടലക്കറി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാളയും പച്ചമുളക്, ഇഞ്ചി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വഴറ്റി കടലയിട്ട് ഇനി അതിലേക്ക് തേങ്ങയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ, തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി റെഡിയായി. ഇതൊന്ന് തിളച്ച് ഇനിയൊന്ന് കുറുകി വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അപ്പവും സൈഡിൽ റെഡി ആകുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചത്തേക്കുള്ള ചോറിനുള്ള കാര്യമൊക്കെ നോക്കി കറി വെക്കാനുള്ള എല്ലാം അരിഞ്ഞു വെച്ചു. അങ്ങനെ ഒരു 11:30 ആയപ്പോൾ ഒരു ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചേ. നല്ല തണുത്ത പാലിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് ഷേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലിലേക്ക് കുറച്ച് പഞ്ചസാരയും പഴവും പിന്നെ നമ്മുടെ ബൂസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഷേക്ക് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുവാണേ. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഷേക്കായിരുന്നേ. അങ്ങനെ ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. വേറെ എങ്ങോട്ടും അല്ല, കാവിലേക്ക് പോവാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ എനിക്കവിടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഫീലാണ്. നമുക്ക് ഈവനിങ് പോയി കഴിഞ്ഞാൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ ഈ കാവിലാണെങ്കിൽ ഒത്തിരി കുരങ്ങന്മാരുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഇവിടെ വരുന്നവർ കൊണ്ടു കൊടുക്കാറുണ്ട്. ഫ്രൂട്ട്സും പിന്നെ അവർ കഴിക്കുന്ന കപ്പലണ്ടിയും ഒക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ കഴിച്ചാൽ അവരിവിടെ തന്നെ കാണും. പക്ഷെ നമ്മളെന്നൊന്നും ചെയ്യത്തില്ല. ഇടയ്ക്കൊക്കെ ഇവിടെ വിട്ടിട്ട് വെളിയിലോട്ടൊക്കെ വരാറുണ്ട്. നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ വരാറുണ്ട്. വരുമ്പോൾ അവിടെ നിൽക്കുന്ന പേരയ്ക്കയും മാങ്ങയും ചക്കയും എല്ലാം അവരിഷ്ടം പോലെ കഴിച്ചിട്ട് പോകട്ടോ. അപ്പോൾ പടക്കമൊക്കെ വെച്ചിട്ടാണ് ഓടിക്കുന്നത്. ഓടിച്ചാൽ അവർ തിരിച്ച് ഈ കാവിലേക്ക് തന്നെ തിരിച്ച് വന്നോളും. അപ്പോൾ നല്ല രസമാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ. ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോകാം. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി തൊഴുതു. കണ്ടില്ലേ, ഇത്രയും വലിയൊരു കാവാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇതുപോലെ കുറേ നേരം അവിടെ നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കാവിലൊക്കെ തൊഴുത് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.